ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ ബ്ലഡ് മൂണിനെ പറ്റിയാണ് കേട്ടോ. ഞങ്ങൾ കണ്ടതാണേ. ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തിയ ചില കാഴ്ചകൾ മാത്രമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല. നമ്മൾ നേരിട്ട് നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് ന്യൂസിലൊക്കെ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കാണാൻ വേണ്ടി കയറിയത്. രാത്രി ഒരു 9:30 മണി 9:45 ആയപ്പോഴാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ കസേരയൊക്കെ ഇട്ട് അവിടെ പോയി ഇരുന്ന് ഒരു 12 മണി വരെ ഞങ്ങളവിടെ ഇരുന്നിട്ടാ. ഇടയ്ക്ക് വന്ന് ചോറുണ്ടിട്ട് പോയി. നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാമറയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലാണ് ട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുമ്പോഴേക്കും സാധാരണ ഫുൾ മൂൺ പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഫോട്ടോ എടുക്കുമ്പം ക്യാമറ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുമ്പം അതിലുള്ള വ്യത്യാസങ്ങളാണ് ട്ടോ ഇതിൽ കാണുന്നത്. നമ്മൾ കൊച്ചിയിൽ മുണ്ടംവേലിയിലാണ്. ഒരുപാട് ആഗ്രഹത്തോടെയാണ് ട്ടോ നമ്മളിത് കാണാനായിട്ട് കയറിയത്. ആദ്യമൊക്കെ ഒരുപാട് ബോറടി തോന്നിയിട്ടാ. കാരണം ഇത് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആ ബ്ലാക്ക് കേറി, കേറി, കേറി വന്ന് ലാസ്റ്റ് എനിക്ക് തോന്നണ ഒരു 10:45 ആയപ്പോഴാണ് ചന്ദ്രൻ വല്ലാണ്ട് ചെറുതായത്. അപ്പം തീരെ ചെറുതാകുന്ന ആ സമയത്ത്, അതായത് തീരെ മറയുന്ന ആ സമയത്ത് ഇപ്പുറത്തെ സൈഡീന്ന് റെഡ് കേറി വരുന്നുണ്ടായിരുന്നു ട്ടാ. അതുപോലെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ കാണുമ്പോഴേക്കും നമുക്ക് ശരിക്കും മനസ്സിലാകും ഫ്രണ്ടിൽ എന്തോ വച്ചിട്ടിങ്ങനെ മറച്ചിരിക്കുന്നത് പോലെ. അതുപോലെ 2 സർക്കിളുള്ള പോലെ. പൊന്നൂനെയും കൊണ്ട് കയറിയതെന്ന് പറഞ്ഞാൽ പിള്ളേർക്കാവുമ്പോഴേക്കും പഠിക്കുന്ന പിള്ളേരാകുമ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആയിക്കോട്ടെ ഇതൊക്കെ ഒന്ന് കണ്ടറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ട്ടോ അവളെയും കൊണ്ട് കയറിയത്. ആദ്യം ബോറടിച്ച് അങ്ങനെ കാത്തിരുന്നെങ്കിലും പിന്നെ പിന്നെ അവൾക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിട്ടാ ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും. ഫുൾ ബ്ലഡ് മൂൺ ആയത് കാണാൻ പറ്റിയില്ല. കാരണം 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഉറക്കം വന്ന് തൂങ്ങി തുടങ്ങി. അപ്പോൾ അവൾക്ക് എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങൂലായിരുന്നു. ഫുള്ള് കണ്ടിട്ടേ ഇറങ്ങുള്ളായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ, എക്സാം എഴുതാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോഴേക്കും കയറി കിടന്നു ട്ടാ. അപ്പോൾ അതുവരെ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ വരുമ്പം മിസ്സാക്കാതെ കാണാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചന്ദ്രഗ്രഹണത്തിൻ്റെ ലൂണാർ എക്ലിപ്സിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് മൂണിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ എങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.